ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മംഗളവാർത്ത രണ്ടാം ഞായർ. മംഗളവാർത്ത രണ്ടാം ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വരെ തിരുവചനങ്ങൾ. അതിൽ 35-ാമത്തെ തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതിൻ്റെ ഈ തിരുവചനത്തിൻ്റെ പല വചനങ്ങളും ഈ തിരുവചന പാഠത്തിലുള്ള പല വചനങ്ങളും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അമരോത്ഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ദാവീദിന് സിംഹാസനത്തിൽ ജയിച്ചിരുന്നത് എങ്ങനെയാണെന്ന് കണ്ടപ്പോഴും മാലാഖാവിന് വിട്ടുപോയി എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തിരുവചന പാഠത്തിലെ പല കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ ഫിയാത്ത്, മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അനുസരണത്തിൻ്റെ കവാടം, പരിശുദ്ധാത്മ എങ്ങനെയാണ് മറിയത്തിൽ പ്രവർത്തിച്ചത്, മരത്തിനുള്ളിലേക്ക് പരിശുദ്ധാത്മ പ്രവേശിച്ചത് എങ്ങനെയാണ്, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. അതിനാൽ മുമ്പ് ധ്യാനിക്കാത്തൊരു വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. അല്പം കട്ടിയാണ്, പക്ഷെ ആ കട്ടി ഞാനുണ്ടാക്കിയ കനമല്ല. അങ്ങനെയാണ് ബൈബിളിൽ കിടക്കുന്നത്. 35-ാം വചനം, ലൂക്കാസ് 1:35. മാലാഖ പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ പരിശുദ്ധ ഏകജാതൻ എന്ന വാക്കാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഗ്രീക്കിൽ ഗെന്നോമെനോൻ ഹാഗിയോൻ എന്നാണ്. ഗെന്നോമെനോൻ ഹാഗിയോൻ. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം. ഗെന്നോമെനോൻ ഹാഗിയോൻ. വ്യാകരണമനുസരിച്ച് ഈ വചനം പല തരത്തിൽ തർജ്ജമ ചെയ്യാം. ഞാനൊരു 4 സാധ്യതകൾ പറയാം. 1, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The child to be born will be called holy, the Son of God. The child to be born will be called holy, the Son of God. അതാണ് ഒരു സാധ്യത. രണ്ടാമതൊരു സാധ്യത, രണ്ടാമതൊരു വ്യാകരണമനുസരിച്ച് തർജ്ജമ ചെയ്യാൻ സാധ്യത, ഈ ഗെന്നോമെനോൻ ഹാഗിയോൻ എന്ന വാക്ക് ഉത്ഭവിക്കുന്ന പരിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉദ്ഭവിക്കുന്ന പരിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The holy thing which shall be born will be called the Son of God. The holy thing, പ്രജ, സംഗതി, വസ്തു. The holy thing which will be born, which shall be born will be called the Son of God. അതാണ് രണ്ടാമത്തെ സാധ്യത. 3, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy One who is to be born will be called the Son of God. നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ, പരിശുദ്ധ പ്രജ എന്നല്ല, പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy One who is to be born will be called the Son of God. 4, പരിശുദ്ധ ഏകജാതനായ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy Begotten Thing will be called the Son of God. പരിശുദ്ധ ഏകജാതനായ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy Begotten Thing will be called the Son of God. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിൽ സാധ്യതയുണ്ടെന്ന് പറയണേ? മൂലപാഠത്തിൽ ഹാഗിയോൻ എന്നാണ് ഉള്ളത്. ഹാഗിയോൻ അത് നപുംസക ലിംഗമാണ്. നപുംസകം, പുല്ലിംഗം അല്ല, സ്ത്രീലിംഗം അല്ല, നപുംസകമാണ്. പവിത്രം, പരിശുദ്ധ വസ്തു, പരിശുദ്ധ സാധനം, പരിശുദ്ധ സംഗതി, പുണ്യവസ്തു എന്നെല്ലാം ആക്ഷരികം. ശിശു, പ്രജ എന്നെല്ലാം സന്ദർഭത്തിന് ചേരുന്നതാണ്. പക്ഷേ ശിശു എന്ന വാക്കോ പ്രജ എന്ന വാക്കോ അവിടെ ഇല്ല. പവിത്രം, പവിത്ര വസ്തു, പവിത്ര സാധനം, പവിത്ര സംഗതി, പുണ്യവസ്തു എന്നൊക്കെ ആ വാക്ക് ഉള്ളൂ. ഹാഗിയോൻ എന്നേ ഉള്ളൂ. ശിശു എന്ന അവിടെ ആ വാക്കില്ല, പ്രജ എന്ന വാക്കില്ല. പക്ഷെ സന്ദർഭത്തിന് ചേരും അതൊക്കെ. ജനിക്കുന്ന അഥവാ ഉദ്ഭവിക്കുന്ന എന്ന വാക്കാണ് ഇതിന് തൊട്ട് മുമ്പുള്ളത്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് പരിശുദ്ധ എന്ന വാക്കെങ്കിൽ പരിശുദ്ധ ഏകജാതൻ എന്ന് തന്നെയാണ് വേണ്ടത്. പരിശുദ്ധ ഏകജാതൻ, അതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മൊഴിമാറ്റം. The Holy Begotten will be called the Son of God. The Holy Begotten, പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധൻ എന്നത് പിതാവായ ദൈവത്തിലുള്ള പര്യായ പദമാണ്. പരിശുദ്ധ ഏകജാതൻ എന്നത് പുത്രൻ തമ്പുരാനുള്ള സമാന ശബ്ദവുമാണ്. അപ്പോൾ ദൈവമായ പിതാവ്, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധ ഏകജാതന്
ഇല്ലേ, ദാവീദിന് സിംഹാസനം കൊടുക്കും. ഈ പരിശുദ്ധനായ ദൈവപിതാവ് പരിശുദ്ധ ഏകജാതനെ ദൈവപുത്രനായിട്ട് വിളിക്കും. ഇതാ ഇല്ലേ, നീ എൻ്റെ പുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ തർജ്ജമ പറഞ്ഞല്ലോ, പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ ഭാഷ തന്നെ പുതിയൊരു ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പുതിയ സംഭവത്തെ പ്രകാശിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ്. വളരെ ലളിതമായിരിക്കുമ്പോൾ തന്നെ ഈ മംഗളവാർത്ത വളരെ ലളിതമായിരിക്കുമ്പോൾ തന്നെ അമ്പരപ്പിക്കുന്ന പുതിയ ഉത്തുംഗതയും ഔന്നത്യവും പ്രാപിക്കുകയാണ്. പഴയ വചനങ്ങൾക്ക്, പഴയ നിയമത്തിലെ വചനങ്ങളൊക്കെ എടുത്തിട്ടാണ് മാലഖ ഈ മംഗളവാർത്ത പറയുന്നത്. പക്ഷെ പഴയ വചനങ്ങൾക്ക് പുതിയ അർത്ഥശ്രുതികൾ വന്നു ചേരുകയാണ്. മറിയത്തിൽ രൂപപ്പെടുന്ന പുതിയ സംഭവമാണ് പഴയ തിരുവചനങ്ങളിൽ ഗോപ്യമായി മറച്ചു വെച്ച അർത്ഥങ്ങളുടെ പൊരുളടരുകൾ പുതിയ മാനങ്ങൾ തുറന്നിടുന്നത്. മറിയത്തിൽ രൂപപ്പെടുന്ന പുതിയ സംഭവം, ദൈവം മനുഷ്യനാകുന്നു, അവളിൽ ദൈവം മനുഷ്യനാകുന്നു. ആ പുതിയ സംഭവമാണ് പഴയ തിരുവചനങ്ങളിൽ മറച്ചു വെച്ചിരുന്ന അർത്ഥപ്പൊരുളുകളൊക്കെ തുറന്നിടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 4 തരത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ സ്വീകരിച്ചൊരു തർജ്ജമ എന്താണ്? ദ ഹോളി ബിഗോട്ടൻ വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ഗാഡ്. പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ ഏകജാതൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധ പ്രജ, പരിശുദ്ധ ശിശു എന്നൊക്കെ ചെയ്യാം. എങ്കിലും ഇതാണ് കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യമായി തോന്നുന്നത്. പഴയ നിയമത്തിലെ പല വചനങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ മംഗളവാർത്ത മാലാഖ കൊടുക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പഴയ നിയമത്തിലെ വചനം അങ്ങനെ തന്നെ ആവർത്തിച്ചിരിക്കുകയല്ല. പുതിയ ഒരു സംഭവം നടക്കുകയാണ്. ആ പുതിയ സംഭവം പഴയ നിയമത്തിലെ വചനങ്ങൾക്കെല്ലാം പുതിയ അർത്ഥം കൊടുക്കുന്നു. ഇതാണ് മംഗളവാർത്ത നടക്കുന്നത്. ഈ പരിശുദ്ധ ഏകജാതനാണ് യേശു ക്രിസ്തു. ആ ദൈവപുത്രൻ എന്ന് ശരിക്കും വിളിക്കപ്പെടാൻ അവന് മാത്രമേ അർഹതയുള്ളൂ. നമ്മളെല്ലാം ദത്തെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ ക്രിസ്തു നമ്മെ ദത്തെടുക്കുമ്പോഴാണ് നാം ദൈവത്തിന് ജനിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ ദൈവിക വംശാവലി എന്ന് പറയുന്ന യോഹന്നാൻ സുവിശേഷം 1:18 അതിലൊത്ത നടുക്ക് 1:12-13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അവനിൽ വിശ്വസിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നോ മാനുഷിക ഇച്ഛയിൽ നിന്നോ മാംസേച്ഛയിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അതായത് യേശുവിനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ തുടർന്നും വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം നൽകി. ശക്തി നൽകുന്നതും ചിലപ്പോൾ തർജ്ജമ ചെയ്യും. അധികാരം, എക്സോസി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അധികാരം നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നല്ല, സ്ത്രീയുടെ പുരുഷൻ്റെ രക്തങ്ങളിൽ നിന്നല്ല, മാംസേച്ഛയിൽ നിന്നല്ല, പുരുഷൻ്റെ ഇംഗിതത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. നാം ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് എപ്പോൾ? ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ വിശ്വാസം ജീവിക്കുമ്പോൾ, ആ വിശ്വാസം കൂദാശകളെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ, അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പരിശുദ്ധ ഏകജാതൻ വഴി നമ്മൾ ദൈവമക്കളായി മാറുന്നത്. അത് സംഭവിക്കാനാണ് ദൈവം തന്നെ മനുഷ്യനായി വരുന്നത്. ആ ദൈവം മനുഷ്യനായി വരുന്ന സംഭവത്തെ അതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് ക്രിസ്മസ്. അതിൻ്റെ ഒരുക്കമായിട്ടുള്ള ഈ മംഗളവാർത്ത കാലത്ത് ഇതൊരുക്കമാണ്. ഈ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടി പൊതുജനനത്തിൻ്റെ ഒരുക്കമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ക്രിസ്തുവിൻ്റെ ജന്മത്തിരുന്നാളുള്ള ഒരുക്കം മാത്രമല്ല, നമ്മുടെ പൊതുജനനത്തിൻ്റെ ഒരുക്കം കൂടിയാണ്. അതങ്ങനെയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.